നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെ തുടർന്ന് ലഡാക്കിൽ നിന്നുള്ള ഒരു പാരിസ്ഥിതിക പ്രവർത്തകനായ സോനം വാങ്ചു 20 ദിവസമായിട്ട് നിരാഹാരം നടത്തുകയാണ് നമ്മുടെ ജന്തർ മന്ദറിൽ. പക്ഷേ ഇതിനെപ്പറ്റി BJP സർക്കാർ ഇതിനെ എതിർക്കാനോ ഇതിനെപ്പറ്റി സംസാരിക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇങ്ങനെ 20 ദിവസമായി വെള്ളവും ഉപ്പും മാത്രം ആഹാരമായി കഴിച്ചില്ല, അല്ലെങ്കിൽ വെള്ളവും ഉപ്പും മാത്രമാണ് അദ്ദേഹം യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ പോയ അദ്ദേഹത്തിന്റെ അവസ്ഥ ഒരു മോശമാകാനുള്ള ചാൻസ് ഇല്ലേ? ഒരു ജസ്റ്റിസിന്റെ ഒരു വാക്കിൽ നിന്ന് ഉയർന്നു വന്ന കോക്രോച്ച് ജനതാ പാർട്ടി, ആ ഒരു പാർട്ടിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് സോനം വാങ്ചുക് പരിസ്ഥിതി പ്രവർത്തകനും അല്ലെങ്കിൽ സാമൂഹ്യ നേതാവുമായ സോനം വാങ്ചുക് ഇപ്പോൾ നിരാഹാരം അനുഷ്ഠിക്കുന്നത്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കുറെ കാലമായി ചോദ്യചിഹ്നമായിരുന്ന നീറ്റ് പരീക്ഷാ ചോർച്ചിൻ അല്ലെങ്കിൽ ആ ഒരു പരീക്ഷാ ക്രമക്കേടുകളിൽ ഈ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന ആവശ്യവുമായിട്ടാണ് CJPയുടെ ആ ഒരു സമരത്തിൽ സോനം വാങ്ചുക് നിരാഹാരം അനുഷ്ഠിക്കുന്നത്. ഇപ്പോൾ സാധാരണ രാഷ്ട്രീയ പാർട്ടികളുടെ നിരാഹാര സമരം അല്ലെങ്കിൽ ധർണകളും കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം നേരെ വ്യത്യസ്തമാണ് ഇപ്പോൾ ജന്തർ മന്ദറിൽ CJPയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ നിരാഹാര സമരം അല്ലെങ്കിൽ സോനം വാങ്ചുക്കിന്റെ ഈ ഒരു നിരാഹാര സമരം. ഇതിനെ അഡ്രസ്സ് ചെയ്യാതെ വിട്ട് അല്ലെങ്കിൽ പരമാവധി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കേന്ദ്ര നേതൃത്വം. കാരണം ഇവരുടെ ഓരോ അഴിമതിയുമാണ് ഇവർ ഈ ഒരു CJP എന്ന കോക്രോച്ച് ജനതാ പാർട്ടി ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സ്വന്തം തെറ്റിനും ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെതിരെ ഒരു പ്രസ്താവനയുമായിട്ട് വരാൻ ഇവർക്ക് ധൈര്യം ഉണ്ടാവില്ല. ഇപ്പോൾ പ്രധാനമന്ത്രി, നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഒരു കാരണവശാലും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു പ്രസ് കോൺഫറൻസോ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിന് ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറി നടക്കുന്ന ഒരു ആളാണ്. ആ ഒരു ആളുടെ ആ ഒരു പാത തന്നെ പിന്തുടരുകയാണ് നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയിലെ എല്ലാവിധ മന്ത്രിമാരും. ഈ ഒരു പ്രധാനപ്പെട്ട എല്ലാ കേന്ദ്രമന്ത്രിമാരും ഏതെങ്കിലും ഒരു വലിയൊരു ബിഗ് സ്കാമിൽ ഉൾപ്പെട്ട ഒരാളായിരുന്നു. ഒരു സ്കാമിൽ പോലും ഉൾപ്പെടാത്ത ഒരു കേന്ദ്രമന്ത്രി നമ്മുടെ ഈ രാജ്യത്തിലില്ല എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ അപമാനമാണ്. ഇപ്പം ഒരുപാട് രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ സിനിമാ മേഖലയിലുള്ളവരും അല്ലാത്തുള്ളവരും ഒരുപാട് പേര് ഈ സോനം വാങ്ചുകിനെയും CJP ഒക്കെ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. കാരണം നീറ്റ് പരീക്ഷ അറിയ ഒരുപാട് കുട്ടികൾ അവരുടെ അധ്വാനത്തിന്റെ ഫലമാണ്, അതിലാണ് ക്രമക്കേട് വന്നിരിക്കുന്നത്. എന്നിട്ട് അപ്പം ന്യായമായ ഒരു ആവശ്യമാണ്, അതായത് ഈ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളത്. ആ ഒരു നേതാവിനെ ഒരു വിട്ടു നൽകുക, അല്ലെങ്കിൽ ഈ ജനങ്ങളുടെ ഒരു ആവശ്യം പോലും നൽകാനായിട്ട് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് താല്പര്യമില്ല. ഈ രാജ്യം ചുറ്റി നടക്കാൻ മാത്രമാണ് ഒരു പ്രധാനമന്ത്രി എന്ന് മാത്രം ഇപ്പൊ എല്ലാരും പറഞ്ഞു വരുന്നത്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി വന്നു. അതിനെ ടാക്ടിക്കലായിട്ട് അതിനെ നേരിടാനോ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി മറികടക്കാനോ സാധിക്കാതെ, അല്ലെങ്കിൽ ഇത് കഴിയാതെ പൊതുജനങ്ങളോട് പറയുകയാണ്, ഇദ്ദേഹം അഭിസംബോധന ചെയ്യുകയാണ്. അതായത് കഴിവതും വയറിൽ മുറുക്കി കെട്ടി ജീവിക്കണം, സ്വന്തം യാത്ര ഒഴിവാക്കണം, അല്ലെങ്കിൽ സ്വർണം വാങ്ങുന്നതെല്ലാം കുറയ്ക്കണം, ഇങ്ങനെ പറഞ്ഞ ഒരു പ്രധാനമന്ത്രിയുള്ള രാജ്യമാണ് നമ്മുടേത്. അപ്പോൾ അതുപോലുള്ള നിലവാരമുള്ള ഒരു കേന്ദ്രമന്ത്രിമാരടങ്ങിയ ഒരു കേന്ദ്ര മന്ത്രിസഭയാണ് അല്ലെങ്കിൽ നമ്മളെ ഭരിക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ തീരുമാനങ്ങളെല്ലാം അവലോകനം ചെയ്യുന്നു. ഇതെല്ലാം നമ്മൾ ഇതുപോലെ കാര്യങ്ങളെല്ലാം ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഇതുപോലെ നിലവാരം കുറച്ച് നേതാക്കളാണ്. അപ്പോൾ ഈ ഒരു രാജ്യത്തിന്റെ അന്തസ്സത്തെ എല്ലാം ഇടിയാനും വലിയ സമയമൊന്നും വേണ്ട. 22 ലക്ഷം വിദ്യാർത്ഥികളുടെ ഈ ഒരു ഭാവിയെ ഈ ചോദ്യചിഹ്നമാക്കി, അല്ലെങ്കിൽ ഒരു 30ഓളം വിദ്യാർത്ഥികളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ഈ ഒരു നീറ്റ് സ്കാമിന്റെ പേരിൽ ഒരു നടപടിയെടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു കാര്യമായിട്ടുള്ള അന്വേഷണം നടത്താനോ ഇതുപോലുള്ള ഒരു കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. ഇതിനു മുമ്പ് അറസ്റ്റും കാര്യങ്ങളും എല്ലാം നടന്നിട്ടുണ്ട്. ചോദ്യപേപ്പർ ഇത്ര ലക്ഷത്തിന് രൂപയ്ക്ക് വേണ്ടി ചോർത്തി കൊടുത്ത അല്ലെങ്കിൽ ചോദ്യപേപ്പർ എത്തിച്ചു കൊടുത്ത BJP നേതാക്കളെ എല്ലാം രാജസ്ഥാനിൽ നിന്നെല്ലാം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ കിൻപിൻ ആരാണെന്ന് കണ്ടെത്താൻ ഇതുവരെ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസിക്കോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോ സാധിച്ചിട്ടുള്ള എന്നുള്ളത് ഏറ്റവും വലിയ നാണക്കേടാണ്. അത് മാത്രമല്ല, ഞാൻ ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചത്, അതായത് ഒരു വിദ്യാർത്ഥി ഈ ഒരു ജന്തർ മന്ദറിൽ നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യമായി എത്തുകയാണ്. ആ കുട്ടിയോട് ഒരു ജേർണലിസ്റ്റ് ചോദിക്കുകയാണ്, താങ്കൾ എന്തുകൊണ്ട് ഇവിടെ എത്തി? അപ്പോൾ പറയുകയാണ്, ഞാൻ എൻ്റെ വീട് വിട്ട്, എൻ്റെ അച്ഛനെ വിട്ട്, എൻ്റെ കുടുംബം വിട്ട് ഈ ഒരു തെരുവിലേക്ക് ഇറങ്ങിയതാണ്. എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ഒരു BJP പ്രവർത്തകനാണ്. ഞാൻ ഇതുപോലെ RSS ശാഖയിലെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ
അച്ഛനോട് ചോദിക്കുകയായിരുന്നു, ഇതുപോലെ 30ഓളം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തില്ലേ? അപ്പോൾ അദ്ദേഹം പറയാണ്, നിന്നെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ലോ, 30 പേർ മരിച്ചെങ്കിൽ അവർക്ക് പോയി, ഇത് നിനക്ക് വലിയ നഷ്ടമൊന്നും സംഭവിക്കാനില്ലല്ലോ എന്ന് പറയും. ഇത് ആ ഒരു യുവാവിനെ അല്ലെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിയെ ഇരുത്തി ചിന്തിച്ചു എന്ന് വേണം പറയാൻ. തുടർന്ന് ഈ പിതാവിനോട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഈ ഒരു 30 വിദ്യാർത്ഥികൾ മരിച്ചല്ലോ, അക്കൂട്ടത്തിൽ 31ാമനായി എന്നെയും കരുതിക്കോളൂ, ഞാൻ ഈ വീടുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് തെരുവിലേക്ക് ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് CJPയുടെ സമരത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഉയർന്ന ജാതിയിൽപ്പെട്ട ഈ ഒരു BJP നേതാവായ ഈ ഒരു യുവാവിൻ്റെ അല്ലെങ്കിൽ ഈ ഉദ്യോഗാർത്ഥിയുടെ പിതാവിന് ലക്ഷറീസ് ആയിട്ടുള്ള ഒരു വലിയൊരു കാറാണല്ലോ. ആ ഒരു കാറിൽ ഈ ഒരു റോഡിന്റെ സൈഡ് നിർത്തിയിട്ടാൽ പോലും അടുത്തൊരാൾ വന്ന് നിൽക്കുന്നതോ അല്ലെങ്കിൽ തുറന്നോ ഇയാൾക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ്. ഒരു തവണ തൊട്ട ഒരു ചെറിയ ബാലനോ അല്ലെങ്കിൽ ചെറിയ ഇതുപോലെ ഒരു താഴ്ന്ന ജാതിയിൽ അല്ലെങ്കിൽ ദളിത് ഒരു യുവാവിനെ മർദ്ദിച്ചതായും ഈ ഒരു കുട്ടി ഈ ഒരു പിതാവിന്റെ മകൻ പറയുന്നുണ്ട്. അങ്ങനെ ആ അച്ഛനോടും അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിനോടും അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ആശയത്തോടും എല്ലാം വിട പറഞ്ഞാണ് ഇപ്പോൾ ഈ ഒരു വിദ്യാർത്ഥി തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അത് ആ ഒരു പയ്യന് തോന്നി, അതായത് 30 പേരിൽ എന്തുകൊണ്ട് ഈ ഒരു 30 പേരുടെ മരണം നമുക്ക് ബാധകമല്ല എന്ന് പറയുന്ന ആ അച്ഛൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ ആ രാഷ്ട്രീയ ബോധം എത്രത്തോളം ഉണ്ടെന്ന്, ഇത് നാളെ നമുക്കും സംഭവിച്ചുകൂടെ, സംഭവിച്ചാൽ എന്തായിരിക്കും ഇത് നടക്കാൻ പോകുന്നത് ഇന്നെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഐക്യദാർഢ്യമായി ഈ ഒരു സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. മാത്രമല്ല, ഇതിന് ഈ ലക്ഷത്തോളം യുവാക്കൾ തന്നെയാണ് ഈ CJPയുടെ ഈ നിരാഹാര സമരം അല്ലെങ്കിൽ ഓരോ പ്രതിഷേധ ധർണകളോടും കൂടി ഐക്യദാർഢ്യമായി എത്തുന്നത്. അതിനിടയിൽ കൂടെയും ഈ ബജറംഗ് ദളോ അല്ലെങ്കിൽ BJPക്കാരെയും RSSകാരെയും ഈ കുത്തിത്തിരികെ കയറ്റി ഈ സമരത്തെ വളച്ചൊടിക്കാനോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി നേരിടാനോ ഇവർ ശ്രമിക്കുന്നുണ്ട്. കായികപരമായി വരെ ഇവരെ നേരിട്ട് ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ട്. അതങ്ങനെ ഇവർക്ക് കഴിയുള്ളൂ. കാരണം ആശയത്തെ ആശയം കൊണ്ട് നേരിടാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു ബോധം ഈ ഒരു BJPക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഇവരുടെ സഖ്യ സംഘടനകളായ RSSനോ ബജറംഗ് ദളിനോ സംഘടനകൾക്കോ ഇല്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ എത്രയോ കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പശുവിനെ കൊന്നതിൻ്റെ പേരിൽ ഒരുപാട് പേരെ തല്ലിക്കൊന്നൊരു മനുഷ്യനായിരുന്നു. അതായത് ഒരു പശുവിന് നൽകുന്ന ഒരു വില പോലും മനുഷ്യജീവന് നൽകുന്നില്ല എന്ന് നമ്മൾ ഒരുപാട് അടുത്ത് കണ്ടേ. അതുപോലെ പല ഇഷ്യൂസ് വരുമ്പോഴും പ്രധാനമന്ത്രി വന്നിരുന്ന അതിൻ്റെ പരിഹാരം പറയാറുണ്ട്. അതായത് നമ്മൾ ഗ്യാസ് വില കൂടിയപ്പോൾ വണ്ടി ഓടിക്കാൻ നിർത്തണം, വർക്ക് ഫ്രം ഹോം ഉപയോഗിക്കണം, പെട്രോളിൻ്റെ വിലയുടെ കാര്യത്തിലൊക്കെ വന്നപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നേ വരെ ഈ നീറ്റ് പരീക്ഷയുടെ ഒരു വാക്ക് പോലും സംസാരിക്കാനായിട്ട് പ്രധാനമന്ത്രി വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി എന്നൊരു കേന്ദ്രത്തിന്റെ ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്നൊരു അലങ്കാരമുള്ള ഒരു വ്യക്തിക്ക് പോലും ഇതിനെപ്പറ്റി സംസാരിക്കാനോ ഇതിനെ ജനങ്ങൾക്കൊരു ഇത് കൊടുക്കാനോ വന്നിട്ടില്ല. ഇപ്പൊ പറഞ്ഞ പോലെ കേസിന് കുറച്ച് പേരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ അതെല്ലാം കെട്ടടങ്ങി നിൽക്കുകയാണ്. ഇപ്പൊ ഈ സോനം വാങ്ചുക് ഇങ്ങനെ ഒരു നിരാഹാരം കടന്നത് കൊണ്ട് മാത്രമാണ് ഈ നീറ്റ് പരീക്ഷയെ പറ്റി പിന്നീട് എല്ലാവരും ചിന്തിക്കുന്നത് തന്നെ. അല്ലെങ്കിൽ ഈ നീറ്റ് പരീക്ഷയെ മറ്റ് ന്യൂസിനെ പോലെ തന്നെ അങ്ങനെ അങ്ങ് പോയി ആ 30 വിദ്യാർത്ഥികളുടെ ജീവൻ മരിച്ചതിന് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തതിന് ഒരു വിലയില്ലാതായി പോയേനെ. അത് മാത്രമല്ല, ഈ സോനം വാങ്ചുക്കിന്റെ ഈ ഒരു നിരാഹാരം കൊണ്ട് 20 ദിവസം കൊണ്ട് 9 കിലോയാണ് പോകുന്നത്. ഇപ്പോൾ 59ഓളം കിലോയാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിന്റെ ആരോഗ്യം മുഴുവൻ ക്ഷയിച്ച ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഡൽഹി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള വൈദ്യ സഹായം കാര്യങ്ങളും എല്ലാം നൽകാനായിട്ട്. കേന്ദ്ര സർക്കാരിനോട് നേരിട്ട് നിർദ്ദേശം നൽകിയെങ്കിലും അല്ലെങ്കിൽ ഒരു ഡൽഹി സർക്കാരിനോട് നേരിട്ട് നിർദ്ദേശം നൽകിയെങ്കിലും തിരിഞ്ഞു നോക്കാത്ത ഒരു സമീപനം. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കെതിരെ സമരം ചെയ്യുന്ന ഒരാളെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു പരിസ്ഥിതി പ്രവർത്തകന്റെ അല്ലെങ്കിൽ CJP എന്ന പാർട്ടിയുടെ ആവശ്യം ഉൾക്കൊള്ളാനോ ഈ ഒരു ഭരണകൂടം തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഇതുപോലുള്ള ജനകീയ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തി മുന്നോട്ട് വന്ന അല്ലെങ്കിൽ എല്ലാ കാലത്തും പണത്തിനെ മാത്രം അല്ലെങ്കിൽ ജാതിയെ മാത്രം ഉയർത്തിക്കാട്ടി മുന്നോട്ട് വന്ന പാരമ്പര്യമുള്ള പാർട്ടിയാണ് ഈ പറയുന്ന സോകോൾഡ് BJP. അപ്പോൾ ഇതുപോലുള്ള ജനകീയ പ്രക്ഷോഭങ്ങളെ അവർ പരമാവധി ഭയക്കുന്നുണ്ട്, അവരോട് സംവദിക്കാൻ ഭയക്കുന്നുണ്ട്. എത്ര കാലം ഇവർ ഇതുപോലെ ഈ പൊതുജനങ്ങളിൽ നിന്ന് ഒളിച്ചോടും എന്ന് കണ്ടറിയേണ്ടതുണ്ട്. ഇനി ഒരു പക്ഷേ നാളെ ഈ നേതാക്കൾ തെരുവിൽ ജനങ്ങളാൽ ചോദ്യം ചെയ്യപ്പെടാം.